നമ്മുടെ കോട്ടയത്തെ ലുലു മാളാണേ. അതിനുള്ളിലേക്കുള്ള പിന്നെ എൻട്രൻസിൻ്റെ ഭാഗത്ത് നമ്മളുള്ള അതിനകത്ത് തിരക്ക് കണ്ടില്ലേ, അന്യായ തിരക്കാണേ. നമുക്ക് ഫസ്റ്റ് നമുക്ക് ഈ താഴേക്കൂടെ തന്നെ പോയി കറങ്ങി അതിലേ നമുക്ക് വരാം. അവിടെ ആകുമ്പോൾ കുറേ കാണാനും ഒക്കെ ഉണ്ട്. അവിടെ ഇതിലെ എക്സലേറ്റർ ഇതിലെയാണ് പോകുന്നത്. അത് നമ്മൾ താഴത്തെ ആ ഒരു ഇത് ഭാഗത്തോടെ നമുക്ക് കറങ്ങിയിട്ട് നമുക്ക് തിരിച്ചു വരാം. എല്ലായിടത്തും ഓരോന്നിനും പിന്നെ പേരൊക്കെ എഴുതി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളത് കഴിഞ്ഞിട്ട് നേരെ എക്സലേറ്റർ കൂടെ ചേട്ടൻ്റെ പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എങ്ങനെ കയറി പോവാം. അതിൻ്റെ ആ കയറി പോകുമ്പോഴുള്ള ആ ഭംഗി കണ്ടില്ലേ, എന്നാ രസമാണെന്നറിയോ. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു ഞങ്ങൾ പിന്നെ ലുലു മാളിലേക്ക് വന്നത്. കാരണം നമ്മൾ എറണാകുളത്ത് ലുലു മാളിലൊക്കെ പോയിട്ടുണ്ടല്ലോ. ഒരു ഓരോ സ്ഥലത്തും ഭയങ്കര ക്ലീനിങ് ആണേ. അന്നേരം ആണല്ലോ ഓരോരുത്തരും കണ്ടില്ല മെഷീൻ വെച്ച് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണേ. നല്ല നീറ്റായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അവിടെ അതിനകത്ത് കയറി ചെയ്യുമ്പോൾ ഓരോന്നിനും ഓരോ പാർട്ടികൾക്കും ഓരോ സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുക. നമ്മൾ മേളിൽ നിന്നുള്ള ആ ഒരു ഭംഗി കണ്ടില്ലേ, നല്ല രസമല്ലേ. ഈ മണിയൊക്കെ തൂക്കിയേക്കുന്ന എല്ലാം ചെറിയ എന്താ പറയുക ക്രെയിനിൻ്റെ ഇതിലാണ് ചെയ്തേക്കുന്നത്. അതെല്ലാം പിന്നെ സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ ചെറിയ ക്രെയിൻ താഴോട്ട് വരും. അങ്ങനെയാണ്. കാരണം ഇവിടെ ഈ ഭാഗത്തൊക്കെ കുഞ്ഞുങ്ങളുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ എവിടെ വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഗൂഗിൾ പേ ഒക്കെ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനത്തിൽ കയറിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നല്ലതാണ്. അതിനകത്ത് നമ്മൾ കാർഡ് എടുത്തിട്ട് വേണം ചെയ്യാൻ. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നിടത്ത് നമ്മൾ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഒരു ഇതൊക്കെ നോക്കാൻ വേണ്ടി പോയതാ. കണ്ടില്ലേ, നമ്മൾ ഇതായിരുന്നു ബലൂതയായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്. അവിടുത്തെ സ്റ്റാഫിൻ്റെയൊക്കെ ഒരു എന്താ പറയുക സഹകരണം ഭയങ്കരമായിരുന്നു. ഇത് ചേട്ടൻ്റെ മൂത്ത മോള്, രണ്ടാമത്തത്, മൂന്നാമത്തത്, 3 പെൺപിള്ളേരാണ് ചേട്ടന്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ 4 പേരും കൂടി ഇരുന്ന് ഇതൊക്കെ ഫ്രൂട്ട്സൊക്കെ കഴിയുകയാണ്. ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ചേട്ടൻ്റെ മക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു കറക്കമൊക്കെ ഉണ്ട്. ഈ ബേക്കറി ഐറ്റംസ് അങ്ങനെ പല സാധനങ്ങളാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. അത് ഭയങ്കരമായിട്ട് അവർ ഇത് ചെയ്തിരിക്കുന്നുണ്ട്. ഡ്രസ്സുകളായാലും ചെരുപ്പുകളായാലും അതേപോലെ തന്നെ ഓരോ ഐറ്റംസും ഭയങ്കര ഇതിൽ അവർ ഇത് ചെയ്ത് വെച്ചേക്കുന്നത്. എല്ലാ ആൾക്കാരും ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് നോക്കുന്നുണ്ട്. കൂടുതലും ആൾക്കാർ ഇത് കാണാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ് കേട്ടോ. കാണാൻ വേണ്ടി വന്ന് ഇങ്ങനെ നിന്ന് നോക്കുന്നു. എൻ്റെ സുന്ദരി കൊച്ചു കണ്ടോ. ഇവിടെ വന്നു കഴിഞ്ഞതാ എന്നാ ഈ ഇറച്ചിയും ഓരോരോ കറികളൊക്കെ ഇരിക്കുന്നത്. 465 രൂപ ഒരു കിലോയ്ക്ക്. ഇതെല്ലാം ഉണ്ട്, എല്ലാം ഇതാണ്. ട്രേ ആയിട്ട് ഇവിടെ ഓരോ ഈ ഭാഗത്തെല്ലാം മീനിൻ്റെ ഒരു സെക്ഷനാണ്. പല ടൈപ്പ് മീനുണ്ട്. അതേപോലെ ഇങ്ങനെ വശത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇറച്ചികളുടെ ഒരു ഭാഗമാണ്. അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ആണേ. ഇത് കണ്ടില്ലേ, ഇത് ഇവിടെയെല്ലാം മറ്റുള്ള എന്താ പറയുക ചെറിയ ചെറിയ ഫ്രൂട്ട്സ്
അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് എല്ലാം ഇതുണ്ടോ. ഫ്രൂട്ട്സ് കണ്ടില്ലേ, ഇത് ഡ്രാഗൺ ഫ്രൂട്ട്, എല്ലാ ഐറ്റംസും ഫ്രൂട്ട്സും ഉണ്ട്. പേരക്കയുടെയൊക്കെ വലിപ്പം കണ്ടോ. പാഷൻ ഫ്രൂട്ട്, പാഷൻ ഫ്രൂട്ട് അതിൻ്റെ വില നോക്കി, കിലോയ്ക്ക് 239 രൂപയാണ്. ഇതിന് മുസംബിക്ക് അത്രയും. ഇത് ഡ്രാഗണിന് ഏത് ഫുൾ ടൈം ഇത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈന്തപ്പഴം